ഹലോ. ഇപ്പോൾ വീടൊക്കെ ഒരുവിധമൊക്കെ ക്ലീൻ ആയിട്ടോ. ഒരുവിധമല്ല, ഓൾമോസ്റ്റ് ക്ലീനായി കഴിഞ്ഞു. അപ്പോൾ അടുക്കളയൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇന്ന് അടുക്കളയിൽ ഞാൻ ഉണ്ടാക്കാൻ പോണത്, ഇനിയിപ്പോൾ തിരുവാതിര വരികയല്ലേ, അപ്പോൾ ഞാൻ കൂവ വെരുകണത് കേട്ടോ ആദ്യമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കൂവ വെരുകണതും പിന്നെ പുഴുക്കും കഞ്ഞി. അപ്പോൾ ആദ്യം ഞാൻ ഉണ്ടാക്കുന്നത്, രാവിലെ നമ്മൾ ഉണ്ടാക്കുക എന്താ വെച്ചാൽ കൂവ വെരുകയാണ് ആദ്യം ചെയ്യുക. ഞങ്ങളുടെ ഇവിടെയൊക്കെ കേട്ടോ കൂവ വെരുകിയതും പപ്പടും പഴവും രാവിലത്തെ. പിന്നെ അമ്പലത്തിൽ പോകുമ്പോൾ പഴം കൊണ്ടുപോകും, ഇളനീര് കൊണ്ടുപോകും, പിന്നെ വെറ്റില, അടയ്ക്ക, കൺമഷി ഇതൊക്കെ പൂജിക്കാൻ കൊണ്ടുപോകും. ഇപ്പോഴൊന്നുമില്ല, ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേന് പറയുന്നത്. അപ്പോൾ ഈ എന്താണ് കൺമഷിയൊക്കെ അമ്പലത്തിൽ പോയിട്ടാട്ടോ എഴുതുക. പിന്നെ മുറുക്കും, അങ്ങനെ ഒരു നല്ല നല്ല ഓർമ്മകൾ. ഇപ്രാവശ്യം പിന്നെ ഞങ്ങൾ കുറച്ച് അമ്മമാർ കൂടിയിട്ട് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അത് പറ്റെങ്കിൽ അതെ, ഞങ്ങൾക്കൊരു മാതൃസമിതിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഒരു വേറൊരു അങ്ങനെയുള്ളൊരു ഇതിലേക്ക് എന്താണ് ആവുകയാണ്. അപ്പോൾ നമ്മൾ മാതൃസമിതി ഉണ്ടാക്കി. അപ്പോൾ അതിൽ എന്താ പറയുക, ഇപ്പോൾ ഇക്കുറി തിരുവാതിരയ്ക്ക് ഞങ്ങൾ പരിപാടി തിരുവാതിരക്കളി ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പറ്റണ പോലെയൊക്കെ എടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം എങ്ങനെ കൂവൻ വെരുകുന്നതെന്ന് കാണിക്കാം. അപ്പോൾ കൂവ വെരുകാൻ എല്ലാവർക്കും അറിയുണ്ടാവും. കൂവപ്പൊടി ഇത് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ കൂവപ്പൊടിയാണ്. കൊല്ലത്തെ കൂവ പറിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അതെ, മഴ, പിന്നെ ഒന്നാമത് മഴ, നല്ല വെയിലത്ത് ഉണങ്ങണം. ഇത് കഴിഞ്ഞ കൊല്ലത്തെ കൂവപ്പൊടിയാണ്. നമുക്ക് ഈ കൂവപ്പൊടി എത്രത്തോളം പഴകണോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ അതിൻ്റെ മുന്നത്തെ കൊല്ലത്തേക്ക് എടുത്തു വെക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അധികം ഉപയോഗിക്കുക. അപ്പോൾ ഇത് ഞാൻ വിലയും കൂടും. അതെ, അപ്പോൾ ഞാനിതിന് ഒരു പാത്രം അത്ര എടുക്കണമെന്നുള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ തന്നെ ഞങ്ങൾക്ക് അധികമാവും. ഇതൊന്ന് വെള്ളത്തിൽ കലക്കട്ടെ. എന്താ പറയുക, ഇത് എത്ര നമ്മൾ നന്നായി ഉണക്കി വെച്ചാൽ ഇതിൽ ഇങ്ങനെ കരടുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്ന് കലക്കിയാലാണ് അതിൻ്റെ കരടുകളെല്ലാം പോവുള്ളൂ. കൂവ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഔഷധ ഗുണമുള്ളൊരു സാധനമാണ് കൂവ. ഇത് ബ്ലാത്തി കൂവ എന്ന് പറയും കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ഈ കിഴങ്ങിട്ടിട്ടൊക്കെ ഉണ്ടാക്കണം. പക്ഷെ നാടൻ കൂവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കാട്ടിൽ ഇങ്ങനെ അങ്ങനത്തെ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാവുന്ന സാധനമാണ് ആ കൂവ. ആ കൂവയ്ക്ക് കളറ് നീല കളറാവും. അതാണ് ഒറിജിനൽ, അതാണ് ഏറ്റവും അധികം നല്ല കൂവ എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കരടുണ്ട്, അതിനാണ് ഞാനത് അരിക്കണം എന്ന് പറയുന്നത്. ഇത് ഞാൻ ഈ പാത്രത്തിലേക്ക് എന്താ വെച്ചാൽ ഈ കാറ്റുകാലത്തല്ലേ ഇത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എത്ര തുണിയൊക്കെ വെച്ച് ഇതാക്കിയാലും അതിൽ കരട് ഉണ്ടാവും. ചൂടിൽ ഇതിങ്ങനെ വെള്ളം കലക്കി കുടിക്കുന്നത് നല്ല കേട്ടോ. അതെ, കൊണ്ടുപോകും. അതെ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിനല്ലേ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിന് തന്നെ ഞാൻ വെള്ളം കണക്കാക്കി പാരും. ഒരു 3 പാത്രം പാർന്നു. 2 പാത്രം ഇങ്ങനെ, ഇതിൽ 2 പാത്രം. പിന്നെ ഞാൻ ആദ്യം കലക്കാൻ വേണ്ടി പാർന്നില്ലേ, അതും കൂടി ഒരു 3, ഈ പാത്രത്തിന് 3 പാത്രം വെള്ളം ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ഞാൻ ഇടുന്നത് എന്താണ്, ഏലക്കായ. അത് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ചതച്ചത് കേട്ടോ, അധികം പൊടിക്കണ്ട. പിന്നെ ശർക്കര ഉരുക്കിയതാണ്, ഒരു 5 അച്ച് ശർക്കര ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ മുഴുവൻ പാരുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ കുറച്ച് നോക്കിയിട്ട് പാരാം. ഇനി ഇതിലേക്ക് നാളികേരം. ചിലവരിത് എണ്ണയിൽ വറക്കും, നെയ്യിൽ. പക്ഷേ നെയ്യിൽ വറക്കണേക്കാളും എനിക്ക് സ്വാദ് ഇതിങ്ങനെ തോന്നിക്കുന്നത്. അത് എന്താണ്, ശർക്കരയാവില്ല, പഞ്ചസാര ഇട്ടിട്ടുണ്ടാക്കുക. ശർക്കര ഇടണേൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പശുവും പാല് പാർന്നിട്ടും ഉണ്ടാക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ പാർന്നാൽ മതി. ഇത് പശുവും പാലും തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇത് അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. കത്തിച്ച് ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇങ്ങനെ കൈ വിടാതെ ഇളക്കണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മധുരം നോക്കട്ടെ.
മധുരം പോരാ. അപ്പം ഞാൻ ഈ 5 അച്ച് ശർക്കര ഉരുക്കിയത് അതിൽ പരുന്നുണ്ട് കേട്ടോ. സമയം എടുക്കും, കുറച്ച് സമയം. കൂവ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെ അടി പിടിക്കണ, അങ്ങനെ അടിയിൽ ഇങ്ങനെ കട്ടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീരെ കയ്യിൽ എടുക്കാൻ പാടില്ല, നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി നാളികേരം ഇട്ടൊട്ടിക്കണം. അത് ഞാൻ പറയാൻ മറന്നു. ഞാൻ എന്താ വെച്ചാൽ ഒരു നാളികേരം ചെരുകി വെക്കും എപ്പോഴും ഫ്രിഡ്ജിൽ. അപ്പോൾ അതിന് പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കളറ് മാറുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു വേറൊരു കളറല്ല, ഇനിയിപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുമ്പോഴാണ് ഇത് വെന്തു എന്ന് മനസ്സിലാവുക നമുക്ക്. പെട്ടെന്ന് കുറുകും ഇത്. ഞാൻ പണ്ടൊക്കെ ഞാൻ ഈ കുട്ടികൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുത്തിരുന്നു. അന്നൊന്നും നമുക്ക് ഐസ്ക്രീമൊന്നും ഇവിടെ അവൈലബിൾ അല്ല. അപ്പോൾ നാട്ടുമ്പുറല്ലേ. അപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് കുറുകാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവറിന് പകരം ഉപയോഗിച്ചിരുന്നു കേട്ടോ. എപ്പോഴും ഞാൻ ഉപയോഗിക്കാറുണ്ട്. കോൺഫ്ലവറിന് പകരം ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണത്. എന്നിട്ട് അതിൽ പാലിൻ്റെ പാടയൊക്കെ ഇട്ടിട്ട് കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഒന്നും കഴിക്കില്ല. ഇപ്പോൾ ഇതിൽ നല്ല ഐസ്ക്രീം ഉണ്ടല്ലോ, സ്ട്രോബെറി ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പൊക്കെ നമുക്കെല്ലാം വേവിക്കാൻ കിട്ടുമല്ലോ. കറുത്ത ശർക്കര. അതെ, ഇത് കുറച്ച് അത് അതിൻ്റെ കളറ് മാറി ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ടോ. ചിലവരിങ്ങനെ പായസം മാതിരിയായിട്ടോ, കൂവ പായസം എന്നാ പറയുക. ചിലവരങ്ങനെ കുടിക്കുക. ഞങ്ങളൊക്കെ പക്ഷെ നല്ല വെരുകിയിട്ടാണ് കഴിക്കുക. ഇതിങ്ങനെ വെള്ളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം 2 ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുന്നതിൻ്റെ മുന്നേ നമ്മളൊരു സ്പൂണ് കൂവ കലക്കിയിട്ട് അതിൽ പാർന്ന് ഒന്ന് തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യുക. എന്നിട്ട് അതിൽ പഞ്ചസാരയോ ശർക്കരയോ ഇട്ടിട്ട് കുടിക്കുകയാണ്. പണ്ട് എന്താ വെച്ചാൽ അച്ഛനൊക്കെ എന്താണ് ഈ വേനൽക്കാലത്ത് ഫുള്ള് ചായക്കും കാപ്പിക്കും പകരം ഇതാ കഴിച്ചിരുന്ന കൂവ വെള്ളം. ഇനി ഇതിൽ ഞാൻ നെയ്യ് ഒഴിക്കാൻ പോകും കേട്ടോ. നെയ്യ് കുറച്ചധികം വേണേ. ചിലവർ വെളിച്ചെണ്ണയും പാരും കേട്ടോ. അത് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ പാക്കറ്റിലുള്ളതല്ല, നമ്മൾ വീട്ടിലാട്ടിയ വെളിച്ചെണ്ണ. അത് പാരുന്നവരുണ്ട്. പക്ഷെ നെയ്യാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇത് നന്നായി മുറുകട്ടെ കേട്ടോ. ശരിക്കും നല്ല തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് ഇഷ്ടം. ഇപ്പൊ അതൊരു നന്നായി മുറുകിയിട്ടുണ്ട്. ഇനി ഒന്ന് തണുത്ത ഒന്നും കൂടി മുറുകും കേട്ടോ. അപ്പൊ അത് ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഇതിന്റെ കളറ് കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാകം. വെള്ളം കറക്റ്റ് ആവണം, അല്ലെങ്കിൽ ഇങ്ങനെ വെളുത്ത കളറിൽ വേവില്ല. ഇനി ഓഫ് ചെയ്യണേ. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോണത് പുഴുക്ക് കേട്ടോ. അപ്പോൾ പുഴുക്കിന് ഞാൻ കടല, പയറ്, മുതിര ഇതെല്ലാം ഓരോ പിടി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല കഴുകി വെച്ചതാട്ടോ. ഇനി ഇത് ഈ കുക്കറിൽ വേവിച്ചിട്ട് എല്ലാ സാധനം ഉണ്ടല്ലോ. ഇതെല്ലാം വേണം, അതല്ലേ പുഴുക്കിൻ്റെ ഒരു. ഇത് ഞാൻ വെറുതെ വേവിക്കുന്നേ ഉള്ളൂ. ഉപ്പും മഞ്ഞളൊന്നും ഇടുന്നില്ല. അതൊക്കെ ഞാൻ ഇത് നല്ല വെന്ത് കഴിഞ്ഞിട്ട് ഇടാം. ഇനി ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങളാട്ടോ പുഴുക്കിന്. ഞാനൊരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കപ്പ, പിന്നെ ഒരു കഷ്ണം നേന്ത്രക്കായ, പിന്നെ തൊരടിക്കിഴങ്ങ്, എന്താ അതിന് വേറെ സ്ഥലത്ത് പറയാന്ന് എനിക്കറിയില്ല, പിന്നെ ഒരു കഷ്ണം ചേമ്പ്, പിന്നെ ഇത് കാവുത്ത്, പിന്നെ കുറച്ച് അമരയ്ക്ക. ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ എന്താ പറയുക, ഇടിച്ചക്ക ഇടാട്ടോ. പക്ഷെ ഇടിച്ചക്ക ഇപ്പോൾ ഇല്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇടിച്ചക്ക ഇടാത്തത്. പിന്നെ ഉള്ളത് കൂർക്കി. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടോ. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഈ പയറും ഇതൊക്കെ വേവിന്തേലേക്ക് ഇടുകയെന്നല്ലോ. അപ്പോൾ ഇതെല്ലാം നേരെ ആക്കട്ടെ. അപ്പോഴേക്കും പുഴുക്ക് റെഡിയാവും. അതെ, ഈ സാധനം പുഴുങ്ങിയും തിന്നില്ലേ ഈ തൊരടിക്കിഴങ്ങ്? പുഴുങ്ങാതെ അടുപ്പിലിട്ടിട്ടും പണ്ടൊക്കെ കഴിച്ചിരുന്നു. അതെ, ചുട്ടിട്ടേ. ഓ ശരി, പുഴുങ്ങിയിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ വൈകുണ്ഠ ഏകാശിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുഴുക്കും രണ്ടും നടക്കും. അതെ, ഇതിനെ ഒന്ന് കഴുകട്ടെ.
ഏതാണ്ട് വെന്തുണ്ടാവില്ലേ? ഓഫ് ചെയ്യട്ടെ. എന്തോ എല്ലാം വെന്തിട്ടില്ല. ഒരു കുക്കർ കഷ്ണമായി കേട്ടോ. ഒക്കെ കുറേശ്ശെ എടുത്തിട്ടുള്ളൂ. എന്നിട്ടും അത്ര ചെറുതാവോ? ഇതില്ല. ചില സാധനമൊക്കെ വേവാൻ. അതെ. മഞ്ഞപ്പൊടി, മുളക് പൊടി 1 സ്പൂൺ കേട്ടോ. പിന്നെ ഉപ്പ്. ഇത് വേവട്ടെ. ഇനി അതാവുമ്പോഴേക്കും ഞാൻ കഞ്ഞി വെക്കാൻ പോവാണ്. കഞ്ഞിക്ക് എടുത്തിരിക്കുന്നത് ഞാൻ ബാർലിയാണ് കേട്ടോ. അപ്പോൾ പണ്ടൊക്കെ ബാർലി എത്രയൊക്കെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ വീണ്ടും ബാർലി പിന്നെ ബാർലിയുടെ വെള്ളം കലക്കി കുടിക്കുക. അല്ല അത് ഉണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഞാൻ ആദ്യമായിട്ട് എപ്പോഴും കാണാൻ തുടങ്ങിട്ടോ. അത് പൊടിയാവും അല്ലേ? അത് പൊടിയാണ്. അതിപ്പോഴും ഉണ്ടാവും. പക്ഷെ ഈ ബാർലി ഞാൻ ആദ്യം ഈ അതൊക്കെ ഇപ്പൊ നമ്മള് വീണ്ടും മറ്റേ എല്ലാം കടകളിലും ഉണ്ട്. മീൻസ് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ട്. കഞ്ഞിയുടെ ബാർലി അടുപ്പത്തായി. എത്രത്തോളം വേവുണ്ട് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് വെക്കണത്. ഇത് പിന്നെ വെന്ത് കഴിഞ്ഞാൽ പരിപാടി ഒന്നുമില്ലല്ലോ. ഇനി കഷ്ണങ്ങളെല്ലാം വെന്ത് നോക്കട്ടെ കേട്ടോ. കഷ്ണങ്ങളെല്ലാം വെന്തു. ഒന്ന് തിളച്ചോട്ടെ. ഇരുന്ന് പറ്റൂല. ഇനി ഇതിലേക്ക് ഞാൻ നാളികേരം ചെരുകിയതായിട്ട് ഇടുന്നത്. അരക്കൊന്നുമില്ല, അങ്ങനെ ചെരുകിയത് അങ്ങനെ ഇടുക ചെയ്യാം. കഴിക്കാറാകുമ്പോഴേക്കും പാകാവും. ഇപ്പൊ തന്നെ കട്ട് ചെയ്ത് തുടങ്ങി. ഇനി ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ പാരും. ഇപ്പൊ പുഴുക്കും റെഡിയായി, കോവി റെഡിയായി, കഞ്ഞി റെഡിയായി. ഇനി എനിക്ക് എന്താ വെച്ചാൽ ഒന്ന് അമ്പലത്തിൽ പോണം. കഞ്ഞി റെഡിയായിട്ടോ. ശരിക്കും നമ്മൾ ഗോതമ്പ് കഞ്ഞി വെച്ച അതേമാതിരി തന്നെയാണ്. ടേസ്റ്റാണ് നോക്കേണ്ടത്. അപ്പോൾ കഞ്ഞി റെഡിയായി. ഇത് പ്ലായില ഇങ്ങനെ കുത്തിയിട്ട് ആണ് കേട്ടോ നമ്മൾ കഞ്ഞി കുടിക്കുക. അപ്പോൾ പ്ലായില കുത്തുക എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പ്ലായില എടുത്ത് പ്ലാവില അതെ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ടിത് ഈർക്കല കേട്ടോ. അതിനിപ്പോൾ ഈർക്കല കിട്ടാത്ത ടൂത്ത് പിക്കായാലും മതി. അത് ശരിയാ. പ്ലാവില ഇപ്പൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെ ഉണ്ടാവില്ലേ. ഇതാ ഇങ്ങനെയാണ് പ്ലാവില കുത്തുക. കുടിച്ചിരുന്നു പണ്ട്. അതെ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ് തിരുവാതിരയുടെ വിഭവങ്ങൾ. കൂവ കളറ് മാറിയിട്ടോ. പുഴുക്ക്, ബാർലിക്കഞ്ഞി. കഞ്ഞി കുടിക്കാനൊരു പ്ലാവിലയും ഒരെണ്ണം മതി. സ്ത്രീകൾക്ക് മാത്രമല്ലേ ഉള്ളൂ തിരുവാതിര എന്ന് പറയുമ്പോൾ. പിന്നെ ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് വൈകുണ്ഠ ഏകാദശിയാണ്. അപ്പോൾ പാർവതി ഇപ്പോൾ അമ്പലത്തിൽ പോവുക. അപ്പോൾ ഈ 3 വിഭവങ്ങളും റെഡി ആയിട്ടോ. കൂവ, പുഴുക്ക്, കഞ്ഞി. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം പറയുക, ഷെയർ ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിന്ന് ഇപ്പോൾ ഈ വേഷത്തിൽ വന്നിരിക്കുന്നത് എന്താ വെച്ചാൽ ഞാനിന്ന് അമ്പലത്തിൽ പോവാണ്. ഇവിടെ തൃത്താല യജ്ഞേശ്വരം അമ്പലമുണ്ട്. അപ്പോൾ അവിടെ ഇന്ന് 1000 ആൾക്കാര് വിഷ്ണു സഹസ്രനാമം. അപ്പോൾ അത് ചെല്ലാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വേഗം റെഡിയാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക. ഇവിടുന്ന് ഇതൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ എല്ലാവർക്കും ഹായ്.